നമോസ്തു നാളീകനിഭാനനായൈ നമോസ്തു ദുഗ്ധോദധിജന്മഭൂമ്യൈ നമോസ്തു സോമാമൃതസോദരായൈ നമോസ്തു നാരായണവല്ലഭായൈ നമോസ്തു നാളീകനിഭാനനായൈ നമോസ്തു ദുഗ്ധോദധിജന്മഭൂമ്യൈ നമോസ്തു സോമാമൃതസോദരായൈ നമോസ്തു നാരായണവല്ലഭായൈ. ഹരി ഓം. അമോഘം എന്ന പദത്തിന് സാർത്ഥകം എന്നാണ് അർത്ഥം. മോഘ ശബ്ദം കൊണ്ട് വ്യർത്ഥം, വിഫലം എന്നൊക്കെ അർത്ഥം. അമോഘം, സാർത്ഥകം, സഫലം. ബ്രഹ്മചാരി ബാലക ശങ്കരൻ പോലും അമോഘദൃക്കായിരുന്നു, അമോഘവാക്കായിരുന്നു. പിഴവറ്റ കാഴ്ചപ്പാടിന് ഉടമ, പിഴവറ്റ വാക്കുകൾക്ക് ഉടമ. ബാലശങ്കരൻ്റെ കാഴ്ചകൾ പിഴവറ്റതായിരുന്നു. ബാലശങ്കരൻ്റെ, ബ്രഹ്മചാരി ശങ്കരൻ്റെ വാക്കുകൾ സാർത്ഥകമായിരുന്നു. പറഞ്ഞ വാക്ക് പിഴയ്ക്കുന്നില്ല. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന അമ്മയുടെ ഭിക്ഷ യാചിച്ചായിരുന്നല്ലോ ബ്രഹ്മചാരി ശങ്കരൻ ഒരു ഗൃഹത്തിലെത്തിച്ചേർന്നത്. ആ ഗൃഹിണിയുടെ ദാരിദ്ര്യ ദുഃഖമകറ്റാൻ അമോഘവാക്കായ ബാലശങ്കരൻ, ബ്രഹ്മചാരി ശങ്കരൻ കനകധാരാ സ്തോത്രം ആലപിച്ചു. അത് സാർത്ഥകമായി, സഫലമായി. വിശ്വാസപൂർവം ആദരവോടെ ഈ കനകധാരാ സ്തോത്രം ആരാലപിച്ചാലും തീർച്ചയായിട്ടും കനകധാരാദേവിയുടെ, ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവും. അതുകൊണ്ട് ആദരവോടെ ആത്മാർത്ഥമായി കനകധാരാ സ്തോത്ര പാരായണം നിർവഹിക്കാം. ശ്രേയോമാർഗത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ജഗദംബ ചൊരിഞ്ഞു നൽകട്ടെ. തടസ്സങ്ങളെല്ലാം നീക്കിത്തരട്ടെ. 12ാമത്തെ ശ്ലോകം പരിചയപ്പെടാം. നമോസ്തു നാളീകനിഭാനനായൈ നമോസ്തു ദുഗ്ധോദധിജന്മഭൂമ്യൈ നമോസ്തു സോമാമൃതസോദരായൈ നമോസ്തു നാരായണവല്ലഭായൈ. നമഃ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. നാളീകനിഭാനനായൈ. നാളീകം താമര. താമരയ്ക്ക് സമാനമായ ആനനം മുഖം. താമരയ്ക്ക് സമാനമായ മുഖത്തോടൊത്തവൾക്കായിക്കൊണ്ട്. നമഃ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. ദുഗ്ധ ഉദധി, പ്രസിദ്ധമായ പാൽക്കടൽ. ജന്മഭൂമ്യൈ, പാൽക്കടൽ ഉറവിടസ്ഥാനമായവൾക്കായിക്കൊണ്ട്. നമഃ അസ്തു,
നമസ്കാരം ഭവിക്കട്ടെ. സോമാമൃത സഹോദരായൈ. ചന്ദ്രൻ അമൃതം, സോമം അമൃതം. സഹോദരായൈ, ഈ രണ്ടിനും സഹോദരിയായവൾ, സഹോദരിയായവൾക്കായിക്കൊണ്ട്. നമഃ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. നാരായണവല്ലഭായൈ. സാക്ഷാൽ ശ്രീനാരായണൻ്റെ വല്ലഭയ്ക്കായിക്കൊണ്ട്, പത്നിക്കായിക്കൊണ്ട്. നാളീകനിഭാനനായൈ നമഃ അസ്തു. താമരയ്ക്ക് തുല്യമായ മുഖത്തോടൊത്തവൾക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. പത്മാനന, പത്മസമാനമായ മുഖത്തോടൊത്തവൾ. ദുഗ്ധോദധി ജന്മഭൂമ്യൈ നമഃ അസ്തു. പാൽക്കടലിൽ ജന്മഭൂമിയായവൾക്കായിക്കൊണ്ട്, ആയവൾക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. സോമാമൃത സോദരായൈ നമഃ അസ്തു. ചന്ദ്രനും അമൃതത്തിനും സഹോദരിയായവൾക്കായിക്കൊണ്ട് നമസ്കാരം. ഈ സോമവും അമൃതവും ജഗദംബയ്ക്ക് സഹോദരസ്ഥാനീയരാവുന്നു. അപ്രകാരമുള്ളവൾക്കായിക്കൊണ്ട് നമസ്കാരം. നാരായണവല്ലഭായൈ നമഃ അസ്തു. ശ്രീനാരായണൻ്റെ പത്നിക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. ജഗദംബയുടെ മനോഹരമായ മുഖത്തെക്കുറിച്ച്, മുഖാരവിന്ദത്തെക്കുറിച്ച് നിഭാനനായൈ എന്ന് സ്തുതിച്ചിരിക്കുന്നു. ആ മുഖാരവിന്ദം മനസ്സിലോർമ്മിച്ചുകൊണ്ട് നമസ്കാരം അർപ്പിക്കുന്നു. എൻ്റേതെന്ന് എണ്ണി അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതായിട്ട് ഭാവിക്കാം. നാളീകനിഭാനനായൈ നമഃ അസ്തു. പാലാഴി കടഞ്ഞ സമയത്താണ് ജഗദംബ സംഭവിച്ചത്. ഈ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ ദുഗ്ധോദധി ജന്മഭൂമ്യൈ നമഃ അസ്തു എന്ന് നമസ്കാരം അർപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് പാലാഴി കടയേണ്ടി വന്നു? അതിന് കാരണം ദേവേന്ദ്രൻ കാണിച്ച ഋഷിനിന്ദയാണ്. ദേവപ്രഭൃതികൾക്ക്, ദേവേന്ദ്രാദി പ്രഭൃതികൾക്ക്, ദേവന്മാർക്ക് ആരോഗ്യവും യൗവനവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നഷ്ടപ്പെടാൻ ഇടവന്നു. അതിന് കാരണം ഋഷിപ്രസാദത്തെ, ദുർവാസാവ് മഹർഷി നൽകിയ ഒരു പ്രസാദത്തെ, മാലയെ ദേവേന്ദ്രൻ ധിക്കരിക്കാൻ ഇടവന്നു എന്നുള്ളതാണ്. അറിയാതെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്രകാരം ഒരു ലാഘവ ബുദ്ധി ഋഷിപ്രസാദത്തോട് കാണിക്കരുതായിരുന്നു. ഇന്നും അടയാള നിന്ദകൾ, ലിംഗ നിന്ദകൾ, ഉദാത്തമായ പല ആശയങ്ങളെയും സൂചിപ്പിക്കുന്ന ഘടകങ്ങളെ നിന്ദിക്കുക എന്ന രീതി പല മേഖലകളിലും ഉണ്ടാവുന്നുണ്ട്. ഇത് ഐശ്വര്യത്തെയും സമ്പദ് സമൃദ്ധിയെയും സന്തോഷത്തെയും ഒക്കെ നശിപ്പിക്കും എന്നതാണ് ദേവേന്ദ്രാദികൾക്ക് ബാധിച്ച വാർദ്ധക്യത്തെ
കുറിച്ച് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഋഷി പരമ്പരാ പ്രസാദമായി ലഭിച്ച ധർമ്മസംബന്ധിയായ ലിംഗങ്ങളെ, അടയാളങ്ങളെയൊക്കെ ആദരിക്കാൻ ഉത്സാഹമുണ്ടാവട്ടെ. ഭാരതദേശത്തെ സംബന്ധിച്ച് പ്രതീകമാണ്, അടയാളമാണ്, ലിംഗമാണ് ദേശീയ പതാക. അത് ആദരവോടെ കാണുക എന്നുള്ളത് ഭാരതീയൻ്റെ ഉത്തരവാദിത്വമാണ്. ധർമ്മലംഘനം സംഭവിച്ചുകൂടാ. ഇതുപോലെ ധാർമ്മികവും ആത്മീയവുമായ പല ആശയങ്ങളുടെയും പ്രതീകങ്ങൾ, അടയാളങ്ങൾ, ലിംഗങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അതൊന്നും നിന്ദിച്ചുകൂടാ. പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് അമൃതം ലഭിക്കും. ആ അമൃതത്തെ സ്വീകരിച്ചാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും എന്നാണ് വിഷ്ണു ഭഗവാൻ ദേവേന്ദ്രാദികൾക്ക് ഏർപ്പെട്ട വാർദ്ധക്യാദി ദോഷങ്ങൾക്ക് പരിഹാരമായി ഉപദേശിച്ചത്. ഇതുപോലെ പ്രസാദ നിന്ദയ്ക്ക് പരിഹാരമായി ഋഷിപ്രസാദത്തെ നിന്ദിച്ചത് കൊണ്ടുണ്ടായ കുറ്റത്തിന് പ്രായശ്ചിത്തമായി നമുക്കും ജ്ഞാനമഥനം ചെയ്യാൻ സാധിക്കട്ടെ. പാലാഴി മഥനം ജ്ഞാനമഥനത്തിൻ്റെയും പ്രതീകമാണ്. ദുഗ്ധോദധി ജന്മഭൂമ്യൈ നമഃ അസ്തു. സോമാമൃതസോദരായൈ നമഃ അസ്തു. അമൃതം എന്നത് ഭിക്ഷൌഷധമാണ്. ഭിക്ഷയാകുന്നു അമൃതം. അത് എല്ലാവർക്കും വിതരണം ചെയ്ത് ശേഷിക്കുന്നത് കഴിച്ചാൽ അമൃതഭുക്കാകുന്നു. ഇങ്ങനെ ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്നു. അയാചിതം അന്നം ഭിക്ഷ. യാചിക്കാതെ നാം നമ്മുടെ ദൗത്യ നിർവഹണം ഭംഗിയായി സാധിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നതിനെ ഭിക്ഷ എന്ന് പറയാം. അത് ഭോഗബുദ്ധിയോടെ, ആസ്വദിക്കാനുള്ള ആവേശത്തോടെ അല്ല സ്വീകരിക്കേണ്ടത്. ശരീരം മുതലായ ഘടകങ്ങളൊക്കെ ആരോഗ്യത്തോടുകൂടി നിലനിർത്തുന്നതിന് സ്വീകരിക്കാം ഭിക്ഷ. അങ്ങനെ എല്ലാ വിഭവങ്ങളെയും അമൃതമായി കാണണം. ഇതാണ് അമൃത സംഭവത്തിൻ്റെ സൂക്ഷ്മാർത്ഥം. ആഹാര ലബ്ധിയുടെ കാര്യത്തിൽ ചന്ദ്രൻ വഹിക്കുന്ന പങ്ക് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് സോമാമൃതങ്ങളെ ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. ഇവർ സോദരരായിരിക്കുന്നവൾക്കായിക്കൊണ്ട് നമസ്കാരം. തുടർന്ന് നാരായണ വല്ലഭായൈ നമഃ അസ്തു. ശ്രീമൻ നാരായണൻ്റെ പത്നീപദം അലങ്കരിക്കുന്ന ജഗദംബയ്ക്കായിക്കൊണ്ട് നമസ്കാരം എന്നും നമസ്കരിച്ചിരിക്കുന്നു. അർച്ചനാനാമം ഓം നാരായണ വല്ലഭായൈ നമഃ. ശ്രീനാരായണൻ്റെ ധർമ്മപത്നിക്കായിക്കൊണ്ട് നമസ്കാരം. ഓം നാരായണ വല്ലഭായൈ നമഃ.